Hello everyone, it's me Faiz from AIMS Nagpur. സോ വേവ്സ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 15.20 നമ്മൾ സോൾവ് ചെയ്തു. This is done. Then 15.21. Then from additional exercise നമ്മൾ ഏതും കൂടി സോൾവ് ചെയ്തു. 15.27 ബാക്കിന്റെ ചോദ്യം അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിംഗ് നിന്ന് തുടങ്ങാം. ഓക്കെ, 15.1 ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. So this is our first question. Okay, let me read the question. Question says we have a string of mass 2.50 kilogram is under a tension of 200 Newton. Okay, the length of the structured string is 20 meter. If the transverse jerk is struck at one end of the string, how long does the disturbance take to reach the other end? Okay, the question is pretty clear, simple, സ്ട്രേറ്റ് ഫോർവേഡ് ചോദ്യമാണ്. നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഓഫ് മാസ് ഉണ്ട്, അത് എത്ര ടെൻഷനാണ് ഗിവൺ ആണ്. ലെങ്ത് ഓഫ് ദ സ്ട്രക്ചർഡ് സ്ട്രിങ് 20 മീറ്റർ ആണ്. ഇഫ് ദ ട്രാൻസ്വേഴ്സ് ജേർക്ക് ഈസ് സ്ട്രക്ക് അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ്, ഹൗ ലോങ് ഡസ് ദ ഡിസ്റ്റർബൻസ് ടേക്ക് ടു റീച്ച് the other. Okay, so this is the case of transverse wave on a structured string അല്ലെ. Transverse wave on a structured string. Transverse wave on a structured string. Okay, നമ്മൾ ഇതിന്റെ ഇക്വേഷൻ കണ്ടാണ്. സോ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രക്ചർഡ് സ്ട്രിങ് എന്തായിരുന്നു? വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. വെലോസിറ്റി v is equal to root of tension divided by mu, where t is tension and mu is what? Mu is mass divided by length, that is unit mass, that mass per unit length. Okay, ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രക്ചർഡ് സ്ട്രിങ് വെലോസിറ്റിന്റെ ഫോർമുല ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. സ്റ്റിൽ എവിടെ എൻസിആർടിയിൽ കാണിച്ചാൽ എവിടെയാ ഫോർമുല ഉള്ളതെന്ന് നോക്കിക്കോ. യെസ്, ഇത് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വരുന്നു. ഇതാണ് നമ്മുടെ സ്പീഡ് ഓഫ് ഇവിടെ വരും, സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. കണ്ടോ, ഹെഡിങ്ങിന് എങ്ങനെയാണ്? സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രക്ചർഡ് സ്ട്രിങ്. It's pretty clear. It's given v is equal to root of t by mu, where t is tension and mu is mass per length, mass per unit length, mass divided by length. Okay, so നമ്മൾ ക്വസ്റ്റ്യനിൽ എല്ലാം ഗിവൺ ആണ്. ഓക്കെ, നോക്കാം എല്ലാം ഗിവൺ ആണോ? നമ്മൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ ഗിവൺ ആണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മാസ് ഗിവൺ ആണ് അല്ലേ? മാസ് ഗിവൺ ആണ് എത്ര? 2.50 kg, that is 2.5 kg. കറക്റ്റ് അല്ലേ? 2.5 kg. And tension, under a tension of 200 Newton, tension is given 200 Newton. The length of the structured string is 20 meter. The length of the structured string is 20 meter. So length of the string is given, that is L is given 20 meter. The transverse there, okay. So we have been given this much information അല്ലെ. മാസ് ഗിവൺ ആണ്, ലെങ്ത് ഗിവൺ ആണ്, ടെൻഷൻ ഗിവൺ ആണ്. നമുക്ക് വേണ്ട എല്ലാ സാധനവും എന്തിലുണ്ട്? ക്വസ്റ്റനിലുണ്ട്. So velocity v is equal to root of t upon mu. We know that mu is mass per length. കറക്റ്റ് അല്ലേ? സോ മാസ് പെർ ലെങ്ത് കൊടുത്ത ലെങ്ത് മുകളിലോട്ട് പോകും. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? റൂട്ട് ഓഫ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ മാസ് അല്ലേ. സോ അതേ സാധനം ഞാൻ ഇവിടെ കൊടുത്തോ, വാല്യൂ, ഇതിന് വാല്യൂ അപ്ലൈ ചെയ്തോ. റൂട്ട് ഓഫ് ടെൻഷൻ എത്രയാണ്? 200. ലെങ്ത് എത്രയാണ്? 20 മീറ്റർ ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 2.5. 2.5 എനിക്ക് 5/2 എന്ന് എഴുതി കൂടെ? സോ മുകളിൽ എന്ത് പോകും? സോൾവ് ചെയ്താൽ നമുക്ക് 5 അല്ലെ, 5 40 ആക്കി കൂടെ? യെസ്, 40 ആക്കാം. 40 into 20 into 2, that is how much? 40 into 40. 40 into 40, root of 40 into 40 is nothing, 40 only. So the velocity will be 40 meter per second. ആ വേവിന്റെ വെലോസിറ്റി, ആ ജേർക്കിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 40 meter per second. ക്ലിയർ അല്ലേ? പക്ഷെ ചോദ്യം അതല്ല. ചോദ്യം എന്താണ്? How long does the disturbance take to reach the other end? അതായത് സിമ്പിൾ, ഇതാണ് ഒരെൻഡെങ്കിൽ ഇവിടുന്ന് ജെർക്ക് ഇവിടെ എത്താൻ എടുത്ത ടൈം എത്രയാണ്? സിമ്പിൾ ആണ്. വെലോസിറ്റി നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ ഇതിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്കറിയാം 20 മീറ്റർ ആണ്. സോ വി നോ ദാറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അപ്പോൺ ടൈം. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. സോ ഹൗ മച്ച് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഹിയർ 20 meter, velocity is 40. So 1/2, that is 0.5 second. So answer will be 0.5 second. So ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഓക്കെ, 0.5 second. 0.5 second. ഓക്കെ, യെസ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അഗെയിൻ വെരി സിമ്പിൾ, ഇക്വേഷൻ മര്യാദയ്ക്ക് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഞാൻ ചോദ്യം വായിക്കാം. വി ഹാവ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 300 meter. ഓക്കെ, flashes into the
water of pond. Water of a pond near the base of the tower. When is the splash heard at the top? Given that the speed of sound in air is 340 meter per second. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നമ്മൾ 300 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ എന്ത് ചെയ്തു? നിലത്തിട്ടു. നിലത്ത് എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അതിൽ എന്ത് ചെയ്തത്? പോയിട്ട് ഹിറ്റ് ചെയ്തു. അപ്പൊ ഈ വാട്ടർ ഹിറ്റ് ചെയ്തപ്പോ സ്പ്ലാഷ് സൗണ്ട് കേൾക്കത്തില്ലേ? അത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് മുകളിൽ നിന്ന് ആരാണോ എറിഞ്ഞത് അയാൾ കേൾക്കുക? ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇസ് ഗിവൺ 340 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഈ കണ്ടീഷൻ എന്ത് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഓക്കെ, പിക്ചറൈസ് ചെയ്യാൻ ട്രൈ ചെയ്താല്, സോ ഇതാണ് നമ്മളെ പോണ്ട് എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ പോണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പോണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് നമ്മളെ ബിൽഡിംഗ്. ഇതാണ് ബിൽഡിംഗ്. ടവർ എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ട്? 300 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണ്. ടവർ ആണ് ഇത്. 300 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണ് ഇത്. യെസ്. ഇവിടുന്നാണ് എന്ത് ചെയ്തത്? ഇവിടുന്നാണ് കല്ല് എന്ത് ചെയ്തത്? നിലത്തോട്ടിട്ടല്ലേ. ഇപ്പൊ കല്ലിങ്ങനെ പോയി 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 വെള്ളത്തിൽ വീഴുന്നു. അപ്പൊ അതിന്റെ സ്പ്ലാഷ് സൗണ്ട് അല്ലേ, ഇതിന്റെ സ്പ്ലാഷ് സൗണ്ട് ഇവിടെ കേൾക്കാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദ്യം. സിമ്പിൾ ആണ്. ഈ സ്പ്ലാഷ് സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ് അല്ലേ? ഒരു വേവ് ഫോമിലെ സൗണ്ട്, വേവ് അല്ലേ? ആ വേവിന്റെ വെലോസിറ്റി നമുക്ക് അറിയാം എത്ര. വേവിന്റെ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് എത്ര? വേവ് വെലോസിറ്റി is given, that is velocity of sound in air, that is given how much? എത്രയാ ക്വസ്റ്റ്യനിൽ ഗിവൺ? 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടുന്ന് പോയ സൗണ്ടിന്റെ വെലോസിറ്റി 340 മീറ്റർ പെർ സെക്കൻഡ്. എത്ര ടൈം കൊണ്ട് എത്തുന്നതാണ് ചോദ്യം. സിമ്പിൾ ആണ്. അതായത് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? യെസ്, ടൈം. എത്ര ടൈം കൊണ്ട് ഇത് ബോൾ താഴെ എത്തുന്ന കണ്ടുപിടിക്കണം. ഓക്കെ, സോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യെസ്, നമുക്ക് 1D പഠിച്ച ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അപ്ലൈ ചെയ്യാം. ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് gt സ്ക്വയർ. സിമ്പിൾ അല്ലേ? സോ ഞാൻ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോ 300 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, കാരണം ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഇവിടെ ജസ്റ്റ് കല്ല് ഡ്രോപ്പ് ചെയ്യാണ്. സോ u ഈസ് ഈക്വൽ ടു 0. സോ ഹാഫ് ഈസ് ഈക്വൽ ടു g. താഴോട്ടേക്ക് ഞാൻ പോസിറ്റീവ് എടുത്തു. g ക്വസ്റ്റ്യനിൽ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 9.8 ആണ്. സോ ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു t സ്ക്വയർ. t സ്ക്വയർ. സോ t സ്ക്വയർ ഈസ് ഈക്വൽ ടു 600 divided by 9.8. 600 divided by 9.8. നമുക്കത് ചെയ്യാം. 600 divided by 9.8. യെസ്. ഓക്കെ, 600 divided by 9.8 എത്ര വന്നു? 61.22. 61.22 അല്ലേ? 61.22. നമുക്ക് ഇതിന്റെ എന്തെടുക്കണം ഇനി? 61.22 എന്തെടുക്കണം നമുക്കിനി? റൂട്ട് എടുക്കണം. ഓക്കെ, നമുക്ക് അടുത്ത റൂട്ട് എടുക്കാം അല്ലേ? യെസ്. റൂട്ട് ഓഫ് 61.22 7.8 ആണ് വരുന്നത്. എത്രയാണ് ആൻസർ കിട്ടുന്നത്? ഇതിന്റെ റൂട്ട് എടുത്താൽ ടൈം കിട്ടുന്നത് 7.82 സെക്കൻഡ്. 7.82 സെക്കൻഡ്. സിമ്പിൾ ആണ്. എന്ത് മനസ്സിലായി നമുക്ക്? ബോള് കല്ല് ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത ടൈം എത്ര? 7.82 സെക്കൻഡ്. ഇനി അത്ര സമയം കഴിഞ്ഞു. ഇനി ഈ സൗണ്ട് വെലോസിറ്റി, സൗണ്ട് വേവ് ഇവിടെ തിരിച്ച് കേൾക്കാൻ എത്ര സമയം എടുത്ത് കാണും? സിമ്പിൾ ആണ്. നമുക്ക് വെലോസിറ്റി അറിയാം, ഡിസ്റ്റൻസ് അറിയാം. സോ ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? യെസ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, ദാറ്റ് ഈസ് 300 divided by 340 ചെയ്താൽ പോരെ? സോ 300 divided by 340 അത് ചെയ്യാം. 300 divided by 340 വരുന്നു 0.88. സോ മൊത്തം ടോട്ടൽ ഇതിപ്പോ T1 എടുത്താൽ ഇത് T2. സോ ടോട്ടൽ ടൈം, അതായത് മുകളിൽ നിന്ന് താഴെ എറിഞ്ഞ് അത് പിന്നെ സൗണ്ട് കേൾക്കാൻ മൊത്തം എടുത്ത ടൈം എത്രയായിരിക്കും? സോ ടോട്ടൽ ടൈം. യെസ്. സോ നമുക്ക് എങ്ങനെ പറയാം? ദ ടൈം ആഫ്റ്റർ which the splash is heard. The time after which the splash is heard will be how much? T1 plus T2, that is 7.82 plus 0.88. So how much? 7.82 plus 0.88, 178.7 second. So ആൻസർ കിട്ടിയില്ലേ? 8.7 സെക്കൻഡ്. സോ രണ്ടാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പുതിയൊരു 10 kg. What should be the tension in the wire so that
speed of a transverse wave on the wire equals the speed of a sound in dry air at 20 degrees Celsius, that is equal to 343 meter per second. Very simple. We have a steel wire. Okay, transverse wave. So transverse wave on a stretched string. Transverse wave on a stretched string. എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മ വരണം. വെലോസിറ്റി ഇൻ എ stretched string, velocity of a transverse wave in a stretched string is equal to root of tension divided by mu. അല്ലേ, അറിയാലോ. That is equal to velocity of sound in dry air at 20 degrees Celsius, that is 343. So ഇതിന് നമ്മൾ 343 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടെൻഷൻ ഇൻ ദ വയർ. സോ പ്രിറ്റി ഫോർവേഡ് ചോദ്യമാണ് അല്ലെ. എല്ലാ വാല്യൂസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓക്കെ, നമ്മളിവിടെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. എന്താണ്? റൂട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ മ്യൂ. അത് ഈ കേസിൽ ഈക്വൽ ടു 343 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് ടി അപ്പോൺ മ്യൂ ഇസ് ഈക്വൽ ടു 343. ഓക്കെ, മ്യൂ നമുക്കറിയാം, കാരണം നമുക്ക് മാസും അറിയാം, എന്തും അറിയാം, ലെങ്ത്തും അറിയാം അല്ലെ. അറിയത്തില്ലേ? യെസ്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന റബ് ചെയ്ത് കളയട്ടെ. യെസ്, നമുക്ക് അടുത്ത ചോദ്യവും ഈ പേജിൽ തന്നെ ചെയ്യാം. ഓക്കെ, സോ യെസ്, ഓക്കെ. Okay, mu is equal to mass divided by length. Mass is how much? Mass given ആണ് 2.10. Length is given 12. So mass per unit length എത്ര വരിക? 2.1 divided by 12 അല്ലേ? 2.1 divided by 12. That is 0.175. 0.175. സോ നമുക്ക് ഇത് ജസ്റ്റ് കൊടുത്താൽ പോലെ, ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ടെൻഷൻ കിട്ടും അല്ലെ. So velocity is equal to root of t divided by mu. So ഇങ്ങനെ എഴുതൂടെ, രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ ചെയ്താൽ v സ്ക്വയർ ഈക്വൽ ടു t upon mu, or t equal to v square into mu. T equal to v square into mu അല്ലെ. So ടെൻഷൻ t equal to v square. v square is ഇവിടെ എത്രയാണ് v square വരുന്നത്? ഇവിടെ v square വരുന്നത് ഇവിടെ 343 ഈക്വൽ അല്ലേ. So 343 in square times mass per unit length, that is 0.175. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ. യെസ്, നമുക്ക് ആദ്യം 343യുടെ എന്ത് കാണാം? സ്ക്വയർ കാണാം അല്ലെ. 343യുടെ സ്ക്വയർ കാണാം. 343 into 343, കറക്റ്റ്. 117,649. 117,649 into 0.175 അല്ലെ, ഇതാണ് വരുന്നത്. ഓക്കെ, ഇൻറ്റു നമുക്ക് ജസ്റ്റ് ഇൻറ്റു കൊടുത്താൽ പോരെ, ഇൻറ്റു 0.175 എത്ര കിട്ടി? ഓക്കെ, സോറി, ഇൻറ്റു 11, എന്താ പറ്റിയത്? ഓക്കെ, 117,649 ഇൻറ്റു 0.175. ഓക്കെ, 20,588. 20,588. ഓക്കെ, സോ കിട്ടി 20,588. ഓക്കെ, ഇത്രയും ന്യൂട്ടൺ ആണ് കിട്ടുന്നത് ടെൻഷൻ. ഇതിന് നമ്മള് നമുക്കിങ്ങനെ എഴുതി കൊടുക്കുക 2.06 ഇൻറ്റു 10⁻⁴ എന്ന് എഴുതി കൂടെ. യെസ്, ഇതായിരിക്കും നമ്മുടെ ടെൻഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അഗൈൻ വെരി ക്ലിയർ. ഓക്കെ, നമുക്കിനി ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? പുതിയൊരു പേജ് എടുക്കാം. ഓക്കെ, 3 ചോദ്യം കംപ്ലീറ്റ്. ഓക്കെ, 4ാമത്തെ ചോദ്യം പെട്ടെന്ന് കിടക്കാം. സിമ്പിൾ ആണ് ഫോർമുല. ഓക്കെ, വായിക്കട്ടെ. സോ ഇത് കംപ്ലീറ്റ് ആയി, ഇത് കംപ്ലീറ്റ് ആയി, ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ, use the formula v is equal to root of gamma p upon rho. Where v is velocity. Okay, v is equal to root of gamma p upon rho. To explain why the speed of sound in air. Speed of sound in air formula. Okay, exactly. Transverse wave ന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് longitudinal wave ന്റെ speed, that is sound wave ന്റെ speed formula. That is what? Root of gamma into p divided by rho. ഞാൻ കാണിച്ചു തരാം. എവിടെ? സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്പീഡ് ഓഫ് സൗണ്ട് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഓക്കെ, അതിന്റെ കറക്ഷൻ ഒക്കെ ഇത് ഈ ചാപ്റ്റർ അല്ലേ. യെസ്, ലാപ്ലേസ് കറക്ഷൻ ഒക്കെ ഇവിടെ തന്നെയാണ്. യെസ്, ലാപ്ലേസ് കറക്ഷൻ ഒക്കെ v is equal to root of gamma p divided by rho അല്ലെ. root of gamma p divided by rho, this is known as Laplace correction. Okay, root of gamma p divided by rho. ഇക്വേഷൻ നമുക്ക് അറിയാലോ. യെസ്, സോ ഇക്വേഷൻ ആണ് നമ്മളെ ചോദ്യത്തിൽ. ആ ഇക്വേഷൻ ഗിവൺ ആണ്. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? You have to prove, use the formula gamma p. Yeah, using this formula, we have to explain why the speed of sound in air is independent of pressure. Okay, increases with temperature. മൂന്നാമത്തത് increases with humidity. സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചോദ്യത്തിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്നത്
velocity equal to root of gamma p divided by rho, where rho is density, that is mass divided by volume. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം നമുക്ക്, റൂട്ട് ഓഫ് ഗാമ പി ഡിവൈഡഡ് ബൈ എം അല്ലെ, റൂട്ട് ഓഫ് ഗാമ പി വി ഡിവൈഡഡ് ബൈ എം അല്ലെ. നമുക്കറിയാം ഫോർ വൺ മോൾ I can write PV equal to nRT, where n is 1, PV equal to RT. So equation ഇങ്ങനെ എഴുതിക്കൂടെ, റൂട്ട് ഓഫ് ഗാമ RT divided by m, correct അല്ലേ? റൂട്ട് ഓഫ് ഗാമ RT divided by m, okay, correct അല്ലേ? Yes. So at a constant temperature നമുക്കറിയാം എന്ത്, PV is equal to constant. At a constant temperature PV constant ആണ്. At a constant temperature PV എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഇക്വേഷൻ നോക്ക്, സോ വെലോസിറ്റി ഗാമയും കോൺസ്റ്റന്റ്, പിവിയും കോൺസ്റ്റന്റ്, എമ്മും കോൺസ്റ്റന്റ്. സോ വെലോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് മാറുമോ? സോറി, പ്രഷർ അനുസരിച്ചിട്ട് മാറുന്നുണ്ടോ? ഇല്ല. സോ വെലോസിറ്റി, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഓക്കെ, ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തത്, ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സിമ്പിൾ ആണ്. ഏത് ഇക്വേഷൻ ഇതാ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്ക്, ഈ ഇക്വേഷൻ വെച്ച് കണ്ട നമുക്ക് എന്താ പറ്റും, വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. സോ ടെമ്പറേച്ചർ കൂട്ടിയ വെലോസിറ്റി കൂടുന്നില്ലേ? ദാറ്റ് ഈസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ലേ? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. രണ്ടാമത്തതും ഡൺ. മൂന്നാമത്തത്, ഇൻക്രീസസ് വിത്ത് ഹ്യൂമിഡിറ്റി. അഗൈൻ സിമ്പിൾ, നമ്മളെ മെയിൻ ഫോർമുല എടുക്കും, റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ആ ഇക്വേഷനിൽ നോക്ക്, നമുക്ക് ആ ഇക്വേഷനിൽ നോക്കിയാൽ മനസ്സിലാകും വെലോസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. ഓക്കെ, സോ നമുക്കറിയാം ഡെൻസിറ്റി എന്താ ചെയ്യുന്നത്, ഹ്യൂമിഡ് ആവും തോറും ഡെൻസിറ്റി എന്താ ചെയ്യുന്നത്? ഓക്കെ, ഹ്യൂമിഡ് ആകും തോറും ഡെൻസിറ്റി കുറയുന്നു. സോ ഹ്യൂമിഡ് ആകും തോറും ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ വെലോസിറ്റി കൂടും. സോ വെരി സിമ്പിൾ, ബിക്കോസ് ഇൻവേഴ്സ്ലി റിലേഷൻ അല്ലേ. സോ വെലോസിറ്റി, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇൻക്രീസസ് വിത്ത് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഈസി അല്ലേ? യെസ്. ജസ്റ്റ് നമുക്ക് ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15. So ഇത് കഴിഞ്ഞല്ലോ. യെസ്, 15.5. You have learned that a traveling wave in one dimension is represented by a function of y is equal to f of xt, where x and t must appear in the combination of x minus bt or x plus bt, that is y equal to f of x plus or minus bt. Okay, is the converse true? Okay, examine if the following functions for y can possibly represent a traveling wave. Okay, ഇതാണ് മെയിൻ പാർട്ട്. നമുക്ക് അതിലേക്ക് വരാം. അതായത് നമ്മൾ 3 ഫംഗ്ഷൻ ഗിവൺ ആണ്. എക്സ് മൈനസ് വി ടി ഹോൾ സ്ക്വയർ ഒന്നാമത്തത്, എ. ബി ലോഗ് എക്സ് പ്ലസ് വി ടി ബൈ എക്സ് നോട്ട്, മൂന്നാമത്തത് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വി ടി. നമുക്ക് 3 എന്ത് ഗിവൺ ആണ്, ഫങ്ഷൻസ് ഗിവൺ ആണ്. ഇവരിൽ ആരൊക്കെയാണ് ഒരു ട്രാവലിംഗ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. ഇതിൽ ആരൊക്കെയാണ് ട്രാവലിംഗ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, യെസ്. സോ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് എന്താ ഇതിലെന്ന് വെച്ചാല്, ഫോർ എ ഫംഗ്ഷൻ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് കാണാതെ പഠിക്കണം. ഫോർ എ ഫംഗ്ഷൻ ടു represent a traveling wave. For a function to represent a traveling wave is that it should remain finite for all values of x and t. For a function to represent a traveling wave, ഒരു ഫംഗ്ഷനെ നമ്മൾ ട്രാവലിംഗ് വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ it should remain finite for all values of x and t. നമ്മൾ എക്സിനും ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഓക്കെ, ആ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, ഫൈനൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ condition for a function to represent a traveling wave, is that
it should remain finite for all values of x and t. Okay, this is a requirement, this is condition. Okay, pretty clear, simple. Yes. Okay, ഒന്നാമത്തെ ഫംഗ്ഷൻ എടുത്ത ഒന്നാമത്തെ ഫംഗ്ഷൻ ഏതാണ്? നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷൻ ഏതാണ്? ഒന്നാമത്തെ ഫംഗ്ഷൻ എക്സ് മൈനസ് വി ടി ഹോൾ സ്ക്വയർ. ഓക്കെ, ഒന്നാമത്തെ ഫംഗ്ഷൻ ഏതാണ്? എക്സ് മൈനസ് വി ടി ഹോൾ സ്ക്വയർ. നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടീഷന് നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഫൈനൈറ്റ് കിട്ടണം എന്നാണ്. ഞാനിവിടെ എക്സിന് 0 കൊടുത്തു, ടൈമിനും 0 കൊടുത്തു. എനിക്ക് ഇത് എന്താ കിട്ടുന്നത്? 0 സ്ക്വയർ, ദാറ്റ് ഈസ് 0. 0 is not a finite value, correct? It just represents a point, not a weight. നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇത് ട്രാവലിംഗ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. യെസ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ലോഗ് എക്സ് പ്ലസ് വി ടി ഡിവൈഡഡ് ബൈ എക്സ് നോട്ട്. ഞാൻ ഇവിടെയും എന്ത് കൊടുക്കാണ്? എക്സിനും ടിക്കും 0 കൊടുക്കാണ്. എക്സിനും 0 കൊടുത്തു, ടൈമിനും 0 കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലോഗ് 0 എന്ന് കിട്ടത്തില്ലേ? ലോഗ് 0 മീൻസ് ഹൗ മച്ച്? ലോഗ് 0 is infinite. ലോഗ് 0 is infinite. ഓക്കെ, എങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു? ഒരു ഫൈനൈറ്റ് വാല്യൂ തരണം എന്ന് പറഞ്ഞല്ലോ. ഫൈനൈറ്റ് വാല്യൂ തരണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നു. സോ ഇത് സ്റ്റിൽ അഗൈൻ നോട്ട് റെപ്രസെന്റിങ് എ ട്രാവലിംഗ് വേവ്. നമ്മുടെ മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഫംഗ്ഷൻ 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വി ടി. 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വി ടി. സോ ഞാൻ ഇവിടെ എന്ത് കൊടുക്കാണ്? ഇവിടെ ഞാൻ കൊടുത്തു എക്സിന് 0 കൊടുത്തു, ടൈമിനും 0 കൊടുക്കുകയാണെങ്കിൽ you can write 1 divided by 0 plus 0, that is 1 upon 0, that is again infinity. So it's not giving a finite value. A function does not converge to a finite value for x is equal to 0 and time equal to 0. So it still again does not represent a traveling wave. നമുക്ക് എന്ത് പറയാം? നമ്മൾ ഇന്റർഫറൻസ് എന്താണ്? ഈ മൂന്നും ഡസ് നോട്ട് റെപ്രസെന്റ് എ ട്രാവലിംഗ് വേവ്. മൂന്നും എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് റെപ്രസെന്റ് എ ട്രാവലിംഗ്. ഓക്കെ, യാ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റബ് ചെയ്യട്ടെ. യെസ്. ഓക്കെ, മൂവിങ് ടു 15.6. Bat emit ultrasonic sound of frequency 1000 kilohertz in air. Okay, if the sound meets a water surface, what is the wavelength of the reflected sound? B, the transmitted sound. Speed of sound in air is 340 meter per second and water is 1486 meter per second. Okay, question is very simple. Okay, ഇത് കഴിഞ്ഞല്ലോ. യെസ്, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം? പിക്ചോറിക്കലി ഞാൻ കാണിച്ചു തരാം. സോ വി ഹാവ് എ വാട്ടർ സർഫസ്. ഞാൻ ആദ്യം ഒരു വാട്ടർ സർഫസ് വരക്കാം. സപ്പോസ് ദിസ് ഇസ് എ പോണ്ട്. ഓക്കെ, സോറി. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ്. ഓക്കെ, ഇവിടെ ആരുണ്ട്? ഇവിടെ നമ്മളൊരു ബാറ്റ് ഉണ്ട്. ഒരു ബാറ്റ് ഉണ്ട്. ബാറ്റ് എന്ത് ചെയ്തു? എത്ര ഫ്രീക്വൻസി സൗണ്ട് ആണ് ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്? എമിറ്റ് ചെയ്തത് 1000 kilohertz. സോ ഈ വരുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 1000 kilohertz. ഫ്രീക്വൻസി is given. How much? Frequency is 1000 kilohertz. സോ സൗണ്ട് വന്നു. സൗണ്ട് എന്തൊക്കെ സംഭവിച്ചു? സൗണ്ടിന് കുറച്ച് സൗണ്ട് റിഫ്ലക്ട് ചെയ്തു, കുറച്ച് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തു വാട്ടറിൽ കൂടെ. ഓക്കെ, സോ രണ്ട് ഫിനോമിനൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇത് സപ്പോസ് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇത് ഞാൻ എടുക്കാൻ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, സപ്പോസ് ഗ്രീൻ പോർഷൻ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഗ്രീൻ പോർഷൻ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തു. സോ ഗ്രീൻ പോർഷൻ, റിഫ്ലക്റ്റഡ് പോർഷൻ ഏത് മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നത്? എയറിൽ കൂടി. ട്രാൻസ്മിറ്റഡ് പോർഷനോ സഞ്ചരിക്കുന്നത് ഏത് മീഡിയത്തിൽ കൂടിയാ? വാട്ടറിൽ കൂടി. സോ നമുക്ക് സിംപിളി പറയാം, ഇതാണ് റിഫ്ലക്റ്റഡ്. സോ റിഫ്ലക്റ്റഡിന്റെ മീഡിയ ആരാണ്? എയർ അല്ലെ. ഇതാരാണ്? ട്രാൻസ്മിറ്റഡ്. ട്രാൻസ്മിറ്റഡിന്റെ മീഡിയ ആരാണ്? ഇവിടെ. ആദ്യം നമുക്ക് റിഫ്ലക്റ്റഡ് എടുക്കാം. സോ നമ്മൾ റിഫ്ലക്റ്റഡ് സൗണ്ടിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, സോ റിഫ്ലക്റ്റഡ് സൗണ്ട് ഏതിൽ കൂടിയാ പോകുന്നത്? എയറിൽ കൂടിയാണ് പോകുന്നത്. സോ എയറിൽ കൂടി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് കാണേണ്ടത്? അപ്പോഴുള്ള വേവ് ലെങ്ത് അല്ലേ കാണേണ്ടത്? യെസ്, വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട്. സോ റിഫ്ലക്റ്റഡ് സൗണ്ടിന് എന്തൊക്കെ നമുക്കറിയാം? ഫ്രീക്വൻസി മാറത്തില്ല. സോ റിഫ്ലക്റ്റഡ് സൗണ്ടിന്റെ ഫ്രീക്വൻസി സ്റ്റിൽ 1000 kilohertz and
റിഫ്ലക്റ്റഡ് സൗണ്ടിന്റെ വേവിന്റെ വെലോസിറ്റി v is given how much? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റിയും കിട്ടി, പിന്നെ എന്തും കൂടി കിട്ടി? വെലോസിറ്റിയും കിട്ടി, ഇതും കിട്ടി, ഫ്രീക്വൻസിയും കിട്ടി. വേവ് ലെങ്ത് കാണാൻ വളരെ സിമ്പിൾ അല്ലേ? പ്രിട്ടി ഫോർവേഡ് ഫോർമുല വി ഹാവ് വെലോസിറ്റി v is equal to ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. കറക്റ്റ് അല്ലേ? സോ നമുക്ക് ഇവിടെ ലാംഡ കാണണമെങ്കിൽ, ദാറ്റ് ഈസ് വേവ് ലെങ്ത് നമ്മൾക്ക് ഇവിടെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാംഡ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു v divided by f, that is 340 divided by 1000 kilohertz and 1000 into 10 raised to 3 hertz എടുക്കണം. So I can write 340 divided by 10 raised to 6, or else I can 34 divided by 10 raised to 5, or I can എങ്ങനെ എടുക്കാം? 3.4 into 10 raised to minus 4. കറക്റ്റ് അല്ലേ? ഇതാണ് വേവ് ലെങ്ത് മീറ്റർ. കറക്റ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിൽ എന്തിനെ പറ്റി പഠിക്കാം? ട്രാൻസ്മിറ്റഡ് സൗണ്ടിനെ പറ്റി പഠിക്കാം. ഓക്കെ, ട്രാൻസ്മിറ്റഡ് സൗണ്ട്. സോ രണ്ടാമത്തെ കേസ് എന്താണ്? ട്രാൻസ്മിറ്റഡ് സൗണ്ട് ഏതിൽ കൂടിയാ പോകുന്നത്? ട്രാൻസ്മിറ്റഡ് സൗണ്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഏതിൽ കൂടിയാ? ട്രാൻസ്മിറ്റഡ് സൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടറിൽ കൂടി അല്ലേ? വാട്ടറിൽ കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പോയിന്റ്, ഇത് വാട്ടറിൽ കൂടിയാണ് പോകുന്നത്. സോ ഫ്രീക്വൻസി മാറുന്നില്ല, ഫ്രീക്വൻസി ഓൾവേസ് സെയിം അല്ലെ? ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ സോഴ്സ്. സോഴ്സ് സെയിം ആണ്, ഫ്രീക്വൻസി മാറുന്നില്ല. സോ 1000 കിലോഹെർട്സ് ആണ് ഫ്രീക്വൻസി. ആൻഡ് വാട്ടറിൽ സൗണ്ട് വേവിന്റെ വെലോസിറ്റി എത്രയാണ്? വാട്ടറിൽ സൗണ്ട് വേവിന്റെ വെലോസിറ്റി 1486 മീറ്റർ പെർ സെക്കൻഡ്. 1486 മീറ്റർ പെർ സെക്കൻഡ്. 1486 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ നമുക്ക് വേവ് ലെങ്ത് കാണാലോ. വേവ് ലെങ്ത് സിമ്പിൾ അല്ലേ? വേവ് ലെങ്ത് നമ്മൾ ഫോർമുല വെലോസിറ്റി v is equal to ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. Lambda equal to velocity, that is 1486 divided by frequency is 1000 into 10 raised to 3. So this will be 1486 into 10 raised to minus 6, or 1.486 into 10 raised to minus 9 meter. Correct അല്ലേ? Yes. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ അങ്ങനെ സോൾവ് ചെയ്തിരിക്കുന്നു അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്. 1.4 മീറ്റർ പെർ സെക്കൻഡ്, യെസ്. കിലോ ഹെർട്സ് ഓക്കെ, എല്ലാം കറക്റ്റ് അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ, ആൻഡ് ലാംഡ ഈസ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. സോ നമ്മൾ വെലോസിറ്റി 148 ഫ്രീക്വൻസി 10⁻6 വന്നു, 10⁻6. ഇതാണ് തെറ്റ് പറ്റിയത്. യെസ് 1.486 into 10 raised to minus 3 meter. Yes, okay, clear. Yes, ഒന്നുകൂടി ഇങ്ങനെ മാറ്റി എഴുതാം. 1.49 എന്ന് എഴുതാം അല്ലേ? 10 raised to minus 3 meter. Okay, done. So question number 15.6 done. Okay, let's move to 15.7. 15.7 question says a hospital uses an ultrasonic scanner to locate tumors in a tissue. What is the wavelength of sound in the tissue in which the speed of sound is 1.7 kilometer per second? Operating frequency of the scanner is 4.2 megahertz. Okay, very pretty. See, very straightforward. So, simple ആയിട്ട് ചെയ്യാനേ ഉള്ളൂ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. ഓക്കെ, ഒരേ മീഡിയ ആണ്, ഒരേ മീഡിയത്തിൽ അവിടെയുള്ള ഫ്രീക്വൻസി ഗിവൺ ആണ്, അവിടെയുള്ള വേവിന്റെ വെലോസിറ്റി ഗിവൺ ആണ്. അവിടെയുള്ള വേവ് ലെങ്ത് കാണാൻ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ഗിവൺ ആണ്? സ്പീഡ് ഓഫ് സൗണ്ട് ഗിവൺ ആണ്, ആൻഡ് frequency is also given. So speed of sound, that is v, is given 1.7 kilometer per second, and frequency of the scanner is given 4.2 megahertz. Okay, 4.2 megahertz. Okay, so velocity I can write 1.7 into 10 raised to 3 meter per second. Okay, so and frequency I can write 4.2 into mega means 10 raised to 6 hertz. You know the equation, velocity is equal to frequency into lambda.
So lambda wavelength is equal to velocity divided by frequency. So velocity how much? 1.7 into 10 raised to 3 divided by frequency 4.2 into 10 raised to 6. So നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? എങ്ങനെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാടാ? ഫസ്റ്റ് ഓഫ് ഓൾ 1.7 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 10 raised to 3 മുകളിൽ 10 raised to -6 ആവും, 10 raised to -3 അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 17 ബൈ 4.2 ഇൻറ്റു 10 raised to -4 എന്ന് എഴുതിക്കൂടെ? നമുക്ക് ജസ്റ്റ് 17 ബൈ 4.2 എത്രയാന്ന് കാണാം. 17 ഡിവൈഡഡ് ബൈ 4.2. ഓക്കെ ഓക്കെ, 4.2, 4.44. So answer will be 4.44 into 10 raised to -4 meter. 4.44 into 10 raised to -4 meter. Okay. Or ഇങ്ങനെ 4.1 into 10 raised to -4 meter എന്ന് വേണം എഴുതാം അല്ലേ? ഓക്കെ ഓക്കെ, ഡൺ. സിമ്പിൾ ചോദ്യമായിരുന്നു. ഡൺ. യെസ്. മൂവിങ് ടു നെക്സ്റ്റ് ചോദ്യം. We have a transverse harmonic wave on a string is described by. ഓക്കെ, ഒരു സ്ട്രിംഗിലെ ട്രാൻസ്വേഴ്സ് വേവ് നമുക്ക് ഗിവൺ ആണ്. അതിന് ഇക്വേഷൻ ഗിവൺ ആണ്. y is equal to 3 sin 36t plus 0.018x plus pi by 4. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻ അല്ലേ? y is equal to a sin omega t plus or minus kx plus 5. കറക്റ്റ്, സെയിം ട്രാവലിംഗ് വേണ്ടി സെയിം ഇക്വേഷൻ. For x and y are in centimeter. Okay, x and y are in centimeter. So amplitude ഇവിടെ centimeter ആണ്. Okay, and t in second. The positive direction of x is from left to right. Okay, left and right ലേക്കാണ് x ന്റെ positive direction. Is this a traveling wave or a stationary wave? Simple. This is a traveling wave. അല്ലേ? If it is traveling, what are the speed and direction of its propagation? നമുക്ക് എന്ത് കാണണം? സ്പീഡ് കാണണം, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാണണം, ആംപ്ലിറ്റ്യൂഡ് കാണണം, ഫ്രീക്വൻസി കാണണം, ഇനീഷ്യൽ ഫേസ് കാണണം, and what is the least distance between two successive crusts? That is, least distance between two successive crust means that is actually wavelength. Correct. നമ്മൾ വേവ് ലെങ്ത്തും കാണണം. ഓക്കെ, എന്തൊക്കെ കാണണം? സ്പീഡ് കാണണം, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാണണം, ഇനീഷ്യൽ ഫേസ് കാണണം, ആംപ്ലിറ്റ്യൂഡ് കാണണം, ഫ്രീക്വൻസി കാണണം, വേവ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ വേവിന്റെ ഇക്വേഷൻ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് എടുത്തെഴുതാം. ഓക്കെ 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 ഓക്കെ, യെസ്. ഓക്കെ, സോ നമ്മൾ വേവിന്റെ ഇക്വേഷൻ എവിടെ? നമ്മുടെ വേവിന്റെ ഇക്വേഷൻ ഈസ് ഓക്കെ, y is equal to 3 sin 36t plus 0.018x plus 5 by 4. Okay. Okay, yes. Okay. Equation of a progressive wave, equation of a traveling wave നമുക്ക് കമ്പയർ ചെയ്യാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. y equal to എങ്ങനെ കമ്പയർ ചെയ്യാം? y equal to a sin omega t plus kx plus 5. ഈ പീരിയഡ് നമുക്ക് സിംപിളി കമ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? യെസ്. സോ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആണ്. സോ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്ത്? പോസിറ്റീവ് എടുക്കേണ്ടത് അല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്ത് എടുക്കേണ്ടത്? പോസിറ്റീവ് എടുക്കേണ്ടത്. സോ വേവ് പ്രൊപ്പഗേറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും ഇവിടെ? റൈറ്റ് ടു ലെഫ്റ്റ്. സോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ വിൽ ബി റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, കാരണം പ്ലസ് സൈൻ അല്ലേ ഉള്ളത്, മൈനസ് ആണെങ്കിൽ സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കാണുന്നത് സ്പീഡ് അല്ലേ? സ്പീഡ് ഓഫ് ദ വേവ്. സ്പീഡ് ഓഫ് ദ വേവ് നമുക്ക് എന്തൊക്കെ ഈ ക്വസ്റ്റനിൽ ഗിവൺ എന്ന് ആദ്യം എഴുതാം. ഒമേഗ ഈസ് ഗിവൺ 36 and k is given 0.018. Okay, okay, yes. We have a formula for speed. Wave velocity, we have equation v is equal to omega divided by k. So equation number simply കൊടുത്താല് omega is 36, k is 0.018. Okay, ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 220 meter per second ആണ് കിട്ടുന്നത്. ഓക്കെ, 20 meter per second ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വേവിന്റെ വെലോസിറ്റി, വേവിന്റെ സ്പീഡ് കിട്ടുന്നത് 20 meter per second. ഓക്കെ, എങ്ങനെയാണ് ഈ ഫോർമുല വന്നത് കാണിച്ചു തരണോ? സിമ്പിൾ ആണ്. വി നോ ദാറ്റ് ഒമേഗ ഈസ് 2 pi nu and we know that k is angular wave number 2 pi by lambda, and we know that wave velocity is equal to f into lambda അല്ലെ? ഇത് നമുക്ക് അറിയായിരുന്നല്ലോ. യെസ്. സോ സിമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ? ഒമേഗ ബൈ കെ ചെയ്തു. ഒമേഗ ബൈ കെ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 pi f divided by 2 pi by lambda. So കട്ടായിക്കട്ടെ, f into lambda, that is v. Okay, മനസ്സിലല്ലേ ഫോർമുല എങ്ങനെ വന്നത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഈക്വൽ ടു
velocity of wave is equal to omega divided by k. Okay, 20 meter per second, 2000 centimeter per second കിട്ടും. അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ 20 meter per second. ഓക്കെ, ഒന്നാമത്തെ നമ്മുടെ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നമുക്ക് എന്ത് കാണാം? ആംപ്ലിറ്റ്യൂഡ് കണ്ടൂടെ? ആംപ്ലിറ്റ്യൂഡ് ഈ സിമ്പിൾ ക്വസ്റ്റനിൽ തന്നെ ഗിവൺ ആണ് 3 സെന്റിമീറ്റർ അല്ലെ? 3 സെന്റിമീറ്റർ. ഇനി ഫ്രീക്വൻസി എങ്ങനെ കാണുന്നത്? സിമ്പിൾ ആണ്. ഒമേഗ ഈസ് 2 pi nu. So frequency will be omega divided by 2 pi. Omega is how much? 36. 36 divided by 2 pi. That is 36 divided by 2 into 3.14. ഇത് സോൾവ് നമുക്ക് കിട്ടുന്നത് 5.73 ഹെർട്സ്. 5.73 ഹെർട്സ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. 5.73 ഹെർട്സ്. ഓക്കെ, ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇനീഷ്യൽ ഫേസ് കാണണം. ഇനീഷ്യൽ ഫേസ് നമ്മൾ ജസ്റ്റ് നോക്കിയോ, ജസ്റ്റ് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മതി. 5 ഓക്കെ, ഇനീഷ്യൽ ഫേസ് വിൽ ബി pi is equal to initial phase equal to pi/4. ഓക്കെ, അത് കിട്ടി. വേറെ എന്താ കാണേണ്ടത്? ഇനീഷ്യൽ ഫേസ് കണ്ടു, ആംപ്ലിറ്റ്യൂഡ് കണ്ടു, ഫ്രീക്വൻസി കണ്ടു, സ്പീഡ് കണ്ടു, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കണ്ടു. ഇനി വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത് നമുക്കറിയാം k equal to 2 pi by lambda. So lambda equal to 2 pi upon k. So 2 pi, that is 2 into 3.14 divided by k. ക്വസ്റ്റനിൽ ഗിവൺ ആണ് എത്ര? 0.018. 0.018. നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 3.49 മീറ്റർ. 3.49 മീറ്റർ. ഓക്കെ, സോ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? നമുക്ക് എന്ത് കിട്ടി? വേവ് ലെങ്ത്തും കിട്ടി, ഫ്രീക്വൻസിയും കിട്ടി, എല്ലാം കിട്ടി. യെസ്, ഓക്കെ, ഡൺ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് question. Next question is, for the wave described in exercise 15.8, okay, we have the same wave, that is y equal to 3 sin 36t plus 0.018 x plus pi by 4. Okay, plot the displacement y versus, okay, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്ലോട്ട് ചെയ്ത് തരാം. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇന്ന് കുറച്ച് സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ക്വസ്റ്റൻസ് നമുക്ക് സോൾവ് ചെയ്യും. ഓക്കെ, ഇതോ കാൽക്കുലേറ്റ്. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 15.10 ചെയ്യണം നമ്മൾ. ഫോർ ദ ട്രാവലിംഗ് ഹാർമോണിക് വേവ് y equal to 2 cos 2 pi 10t minus 0.0080 x plus 0.35. ഓക്കെ, ഒരു കാര്യം ഈ ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നോക്ക്, നോർമലി ഈ ചോദ്യം നോക്ക്, ഇവിടെ നോക്ക്, സൈന് കഴിഞ്ഞിട്ട് ജസ്റ്റ് പിന്നെ ബ്രാക്കറ്റ് ആണ് പോകുന്നത്. ഇവിടെ കണ്ട, ഇവിടെ കോസ് കഴിഞ്ഞിട്ട് 2 പൈ ഇവിടെ വരുന്നുണ്ട്. 2 പൈ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? അകത്തോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതേണ്ടി വരും. എങ്ങനെ കാണിച്ചുതരാം? y equal to 2 cos 20 pi t minus 2 pi into 0.0080. എത്ര കിട്ടും? 0.016 ഇട്ടില്ല, 0.016 pi x പ്ലസ് 0.35 എന്തോ വിളിക്കണം 2 പൈ കൊണ്ട്. എത്ര കിട്ടും? ഓക്കെ, ഡബിൾ ആവും, 0.70 പൈ. ഇതാണ് നമ്മള് പ്രോപ്പർ ഇക്വേഷൻ. നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇക്വേഷൻ y ഈക്വൽ ടു, നമുക്കിത് കമ്പയർ ചെയ്യാം. a cos ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് 5. ഓക്കെ, ഇപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, we have to, okay, where x and y are in centimeter. Okay, again very important, where x and y are in centimeter and t is in second. Calculate the phase difference between oscillatory motion of 2 points separated by distance. Okay, okay, 4 condition. Okay, given 4 conditionലുള്ള phase difference കാണും. First of all, phase difference ന്റെ equation എന്താ? Phase difference phi equal to kx. Phase difference phi equal to kx. Okay, yes. നമുക്ക് 4 കേസിലും ആ phase difference എത്രയാണെന്ന് കാണാം. ഓക്കെ, ഓക്കെ, യെസ്. ഇതാ ഞാൻ എന്ത് റബ് ചെയ്ത് കളയട്ടെ. Phase difference phi equal to kx. Phase difference phi is equal to kx. Okay. Phase difference phi equal to kx. എവിടെ? യെസ്. ഓക്കെ, നമുക്ക് ഓരോ കേസിലും ഫേസ് ഡിഫറൻസ് കാണാം. സോ നമുക്ക് ഓക്കെ, ഫേസ് ഡിഫറൻസ് phi equal to kx. ഫേസ് ഡിഫറൻസ് phi equal അല്ലെങ്കിൽ നമുക്ക് 2 pi by lambda into x എന്ന് വേണമെങ്കിൽ എഴുതാം. ഒന്നാമത്തെ കേസിൽ മീറ്റർ അല്ലേ ഗിവൺ. സോ ഇതാണ് എന്തോ
സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഗിവൺ, എക്സ് ഇസ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് 4 മീറ്റർ ഒന്നാമത്തെ കണ്ടീഷനിൽ 4 മീറ്റർ ആണ്. സോ 4 മീറ്റർ എന്ന് പറയുമ്പോൾ സിംപിളി കെ എത്രയാണ് ഇവിടെ? ഇപ്പൊ ഈ ക്വസ്റ്റൻ നമുക്ക് എന്ത് കിട്ടും? കെ കിട്ടുമല്ലോ. കെ ഈസ് ഹൗ മച്ച്? ഇതല്ലേ കെ? 0.0165. So 0.0165 into 4 meter into 4 meter. കറക്റ്റ് അല്ലേ? ഇവിടെ എല്ലാം ഗിവൺ സെന്റിമീറ്ററിലാണ്. സോ 4 മീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. സോ 400. ഒന്നാമത്തെ കേസിൽ ഫേസ് ഡിഫറൻസ് വരുന്നത് കിട്ടുന്നത് 6.45 റേഡിയൻ. 6.45 റേഡിയൻ. ഓക്കെ. രണ്ടാമത്തേത് 0.5 മീറ്റർ ആണ് എന്ത്? സെപ്പറേഷൻ ഡിസ്റ്റൻസ്. 0.0165 അഗൈൻ കെ സെയിം ഓൺലി. എത്രയാണ്? 0.5 മീറ്റർ എന്ന് വെച്ചാൽ എത്ര സെന്റിമീറ്റർ? 0.5 മീറ്റർ 50 സെന്റിമീറ്റർ. കറക്റ്റ് അല്ലേ? നമുക്ക് കിട്ടുന്നത് 0.85 റേഡിയൻ. ഓക്കെ. മൂന്നാമത്തെ കേസ് സി നമുക്ക് λ/2. ഓക്കെ, ലാംഡയുടെ ടേംസ് ആണെങ്കിൽ λ/2. സോ 2π/λ ഇൻറ്റു λ/2 എത്ര വന്നു? പൈ റേഡിയൻ വിൽ ബി ദ ഫേസ് ഡിഫറൻസ്. ഡി. നാലാമത്തെ കേസ് 3λ/4. സോ 3λ/4 2π/λ ഇൻറ്റു 3λ/4. λ cancel 2 that is 3π/2 that is 3/2 pi that is 1.5 pi radian. So these are the phase differences in 4 cases. Okay, easy. Yes. So 15.10. Okay, let's move to next question. Yes. അടുത്ത നമ്മളെ സ്റ്റാൻഡിംഗ് വേവിന്റെ, സ്റ്റേഷനറി വേവിന്റെ പ്രോപ്പർ എക്സാമ്പിൾ ആണ്. ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് of a string clamped at its both ends given by y equal to 0.06 sin 2/3x cos 120 pi t, where x and y are in meter. Here see, x and y are given in meter and t is in second. The length of the string is 1.5 meter and its mass is 3 × 10⁻⁻⁰ kilogram. Okay, answer the following. Does the function represent a traveling wave or a stationary wave? Not a traveling wave. Correct അല്ലേ? ട്രാവലിംഗ് വേവ് അല്ലല്ലോ. സ്റ്റാൻഡിംഗ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവിനല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഇതല്ലേ റെപ്രസെന്റേഷൻ? യെസ്, 2a sin kx cos omega t. അതല്ലേ ഇതിന്റെ റെപ്രസെന്റേഷൻ? സ്റ്റാൻഡിംഗ് വേവിന്റെ 2a sin kx cos omega t. Okay, 2a sin kx cos omega t. Okay, so it represents a stationary wave. To represent a stationary wave. So does the function represent? This function represent a stationary wave, not a traveling wave. രണ്ടാമത്തെ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അവിടെ നമ്മൾ എന്താണ് തിയറി പോർഷനിൽ ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചെന്നാണ്. സോ ഇവിടെ ഒന്നുകൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണ് സ്റ്റേഷനറി വേവ് ആണ്. യെസ്. മൂന്നാമത്തത് ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ഡിറ്റർമൈൻ ദ ടെൻഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒരു ചോദ്യം. Where is our question? Yes, okay. Determine the tension in the string. Determine the tension in the string. ആദ്യം നമുക്ക് ടെൻഷൻ കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് വെലോസിറ്റി, വേവിന്റെ വെലോസിറ്റി കിട്ടണ്ടേ? വേവിന്റെ വെലോസിറ്റി കിട്ടണ്ടേ? യെസ്. സിംപിളി നമുക്ക് നോക്കാം. നമ്മള് മെയിൻ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡിംഗ് വേവിന്റെ y equal to 2a sin kx cos omega t. ഇവിടെ നോക്ക്, ഇവിടെ kx റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? kx equal to 2/3x. So k will be how much? 2/3. അവിടെ ശരിക്ക് യെസ്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ അതിന്? അവിടെ ശരിക്കില്ലേ? 2π/3x ആട്ടോ. 2π/3x ആണ് വരുന്നത്. 2π/3x ആണ് വരുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സോ 2π/3x. ഇനി
അതേപോലെ ഇവിടെ നോക്ക് 120 പൈ ടി. സോ ഒമേഗ ടി വിൽ ബി ഈക്വൽ ടു 120 പൈ. കറക്റ്റ് അല്ലേ? യെസ്. സോ നമുക്ക് രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തിട്ട് ഇത് നമുക്ക് കെ കിട്ടി 2π/3 ആൻഡ് ഇതിന് നമുക്ക് എന്ത് കിട്ടി? ഒമേഗ കിട്ടി. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഹൗ മച്ച്? ഒമേഗ ടി ഇസ് 120 പൈ ടി. Omega will be 120 pi. And we know velocity v equal to omega divided by k. So velocity v is equal to omega is 120 pi, k is 2 pi by 3. Velocity v equal to 120 pi divided by 2 pi by 3 is into 3. So that is 60, that is 180 meter per second ആണ് കിട്ടുന്നത് വേവിന്റെ വെലോസിറ്റി കിട്ടുന്നത്. We know that velocity v equal to in a such a string for a transverse wave is root of t upon mu. നമുക്ക് ടെൻഷൻ ആണ് കാണുന്നത്. t is equal to how much? v square into mu. t equal to v square into mu. Okay. v is given 180 meter per second നമ്മൾ കണ്ടുപിടിച്ചു. mu is mass divided by length. ഇവിടെ മാസ് എത്രയാണ്? മാസ് 3×10⁻² കിലോഗ്രാം. Length is 1.5 meter. 3×10⁻². 3 into 10⁻² divided by 1.5. 1.5. So mu will be how much? നമുക്ക് ഇതിനെ വേണമെങ്കിൽ 1.5നെ 3/2 എന്ന് എഴുതി കൂടെ. So actually this is 2×10⁻². 2×10⁻² ആണ് mu വരുന്നത്. So നമുക്ക് ടെൻഷൻ T equal to v square into mu formula. So v square is 180 square. 180 into 180 into mu, that is 2×10⁻². Okay. ഇവിടെ നമുക്ക് 1×10⁻² കളഞ്ഞിട്ട് 0 കളയാൻ പറ്റും. This is 18 into 18 into 2. This 18 square into 2. 18 square into, okay, 18 into 18. 324. 324 into 2. 846. 648 Newton. ഇതാണ് ടെൻഷൻ. ഓക്കെ, 648 Newton. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. 15.1 നിൽക്കട്ടെ. ഓക്കെ, സോ നമ്മള് ഇത് ചെയ്തിട്ടില്ലല്ലോ. 15.9 ചെയ്തിട്ടില്ല അല്ലേ? 15.12 നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. 15.13 നോക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന ലാസ്റ്റ് ചോദ്യം. ഓക്കെ, 15.13. ഓക്കെ, 15.13. ഓക്കെ, ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Given below are some functions of x and t to represent the displacement, transverse or longitudinal, of an elastic wave. State which of these represent a traveling wave or stationary wave or none at all. Okay. ഇതിൽ ആരൊക്കെയാണ് സ്റ്റേഷനറി വേവ്, ഇതിൽ ആരൊക്കെയാണ് ട്രാവലിംഗ് വേവ്, അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് രണ്ടും അല്ലാത്തത്? ഒന്നാമത്തേത് y equal to 2 cos 3x sin 10t. രണ്ടാമത്തേത് y equal to 2 into root of x minus vt. C 3 sin 5x minus 0.5t plus 4 cos 5x minus 0.5t. നാലാമത്തേത് y equal to cos x sin t plus cos 2x sin 2t. ഓക്കെ, ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത് എന്ത് ചെയ്യാം? റബ്ബ് ചെയ്ത് കളയാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഒന്നാമത്തെ എന്താണ്? y equal to 2 cos 3x sin 10t അല്ലേ? ഇതെന്താണ്? നമ്മൾ ഇപ്പൊ കണ്ടുള്ളൂ 2a sin kx cos omega t. This is actually a stationary wave. That is standing wave അല്ലേ ഇത്? Stationary wave. രണ്ടാമത്തേത് y equal to 2 into root of x minus vt. The given equation does not contain any harmonic terms. Sin or cos ഒന്നും കാണുന്നില്ലല്ലോ. Therefore it does not represent either a traveling wave or a stationary wave. This is actually none at all. Option 3 ആണ്, none at all. Yes. മൂന്നാമത്തേത് നമുക്ക് കാണാം 3 sin 5x minus 0.5t plus 4 cos 5x minus 0.5t. See, the given equation represents a traveling wave as the harmonic term kx and omega t, but in combination.
സോ വി ക്യാൻ സേ ട്രാവലിംഗ് വേവിന്റെ കോമ്പിനേഷൻ അല്ലെ. ഇതെന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സി എന്താണ്? കോമ്പിനേഷൻ ഓഫ് ട്രാവലിംഗ് വേവ് ആണ് വരുന്നത്. എന്താണ് വരുന്നത്? കോമ്പിനേഷൻ ഓഫ് ട്രാവലിംഗ് വേവ്. കോമ്പിനേഷൻ ഓഫ് ട്രാവലിംഗ് വേവ്. നാലാമത്തെ നോക്ക്, y ഈക്വൽ ടു കോസ് എക്സ് സൈൻ ടി പ്ലസ് കോസ് 2x സൈൻ 2t. ഇത് ആക്ച്വലി എന്താണ്? സൂപ്പർ പൊസിഷൻ ഓഫ് ടു സ്റ്റേഷനറി വേവ് അല്ലെ. ഇതെന്താണ് ആക്ച്വലി? കോമ്പിനേഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ ഓഫ് ടു സ്റ്റേഷനറി വേവ് അല്ലെ. സൂപ്പർ പൊസിഷൻ ഓഫ് ടു സ്റ്റേഷനറി വേവ്. സൂപ്പർ പൊസിഷൻ ഓഫ് ടു സ്റ്റേഷനറി വേവ്. സൂപ്പർ പൊസിഷൻ ഓഫ് ടു സ്റ്റേഷനറി വേവ്. സോ സിംപിളി ട്രാവലിംഗ് വേവ് എന്ന് കണ്ടാൽ എന്താണ് ഫോർമുല? ട്രാവലിംഗ് വേവിന്റെ ഫോർമുല y ഈക്വൽ ടു എ സൈൻ ഓർ കോസ്, ഞാനിവിടെ സൈൻ എടുക്കാണ്, ഒമേഗ ടി പ്ലസ് ആവാം മൈനസ് ആവാം കെ എക്സ് പ്ലസ് y അല്ലേ. ഇതാണ് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ വരുന്നത്. ഒരു സ്റ്റേഷനറി വേവ് നമ്മൾ സിമ്പിൾ പഠിക്കുന്ന സ്റ്റാൻഡിംഗ് വേവിന്റെ ഫോർമുല വെക്കുകയാണെങ്കിൽ, ഇക്വേഷൻ വെക്കുകയാണെങ്കിൽ എങ്ങനെ വരും? y ഈക്വൽ ടു 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ. ഓക്കെ, ഇത് ജസ്റ്റ് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ ചോദ്യം നമുക്ക് സിംപിളി നമുക്ക് സോൾവ് ചെയ്ത് പോകാം. ഓക്കെ, ഞാൻ ഇന്ന് ഇത് വെച്ച് നിർത്താണ്. ഓക്കെ, ബാക്കി നമുക്ക് നാളെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. നാളെ നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാം. സോ 9, 12 ബാക്കിയാണ്. പിന്നെ 14, 15, 16, 17, 18, 19. ഓക്കെ, അഡീഷണൽ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടത്തിന്ന് വരത്തില്ല. ഓക്കെ, ഓക്കെ. സോ ഇന്ന് ഇവിടെ നിർത്താണ്. താങ്ക് യു എവരി വൺ.